ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫ്ലെയിം യാത്ര. എൻ്റെ പേര് ബിഷ്ണി. ഹോപ്പ് നിങ്ങളെല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സോ ഇപ്പോൾ ഈവനിങ് ടൈമിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സോ ബാക്ക്ഗ്രൗണ്ടിൽ കാക്കകളുടെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടാകാം നിങ്ങൾക്ക്. സോ ഇത് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൻ്റെ മെസ്സേജും കൂടാണ്. സോ ഇന്ന് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പവർ ഓഫ് ലവ് എന്ന ഒറാക്കിൾ കാർഡാണ്. ഐ ഫീൽ ഗൈഡഡ്. എനിക്കൊരു ഗൈഡൻസ് ഉണ്ടായി ഇന്ന് ഒറാക്കിൾ കാർഡ് റീഡിങ് ചെയ്യണമെന്ന്. സോ ഈ ഡെക്ക് എൻ്റെ ട്വിൻ ഫ്ലെയിം എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇന്ന് April 3 ആൻഡ് ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. സോ ജീസസ് ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ഡേയും കൂടാണ്. ആൻഡ് നമ്മളെ ജീസസ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചതും അൺകണ്ടീഷണൽ ലവ് ആണ്. സോ ആരെങ്കിലും ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ അൺവർതി ഓഫ് ലവ്, അൺവർതി ഓഫ് സപ്പോർട്ട്, അൺവർതി എനിക്ക് യോഗ്യതയില്ല എന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ഈശ്വരൻ, ഈശോയിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാക്ഷാൽ ഈശ്വരൻ ജീസസിൻ്റെ ആ ഒരു സാക്രിഫൈസിനെ പറ്റി ഓർക്കുക. നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയാണ് അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ജീവിതം നമ്മൾക്ക് കാണിച്ചു തരുവാണ് നമ്മൾ എത്രമാത്രം വാല്യുബിളാണ്, നമുക്ക് എത്രമാത്രം യോഗ്യതയാണ്. സോ എപ്പോഴെങ്കിലും നിങ്ങൾ അയോഗ്യരാണെന്ന് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളെ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ ഏത് ഫോമിലായിക്കോട്ടെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത് ആ ഒന്ന് ഫോമിലേക്കൊന്ന് നോക്കുക. നിങ്ങൾക്ക് ലൈഫ് തന്ന് നിങ്ങളോടൊപ്പം ഇത്രയും നാൾ നിന്ന് നിങ്ങളുടെ സ്ട്രഗിളിനോടൊപ്പം സ്ട്രഗിൾ അനുഭവിക്കുകയും നിങ്ങളുടെ സന്തോഷത്തോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ഭഗവാൻ. ആൻഡ് നിങ്ങളുടെ യൂണിയൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈശ്വരനാണ്. സോ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്. എനിക്ക് എന്നെ ഈശ്വരന് ഇഷ്ടമല്ല അല്ലെങ്കിൽ എൻ്റെ യൂണിയൻ ഈശ്വരൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്ന് വെച്ചാൽ ഗോഡാണ് നമ്മുടെ യൂണിയൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ യൂണിയൻ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി ഈശ്വരനാണ്. ബിക്കോസ് നിങ്ങളുടെ യൂണിയനിലൂടെ അദ്ദേഹത്തിന് ഒരു വലിയൊരു ചാപ്റ്റർ ഈ ലോകത്തേക്ക് പഠിപ്പിക്കുകയാണ്. സോ ഞാൻ ഗൈഡൻസിലേക്ക് പോകാം. എന്താണ് കളക്റ്റീവിൽ ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ ആൻസെസ്റ്റേഴ്സിന് നമ്മുടെ ട്വിൻ ഫ്ലെയിമിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്? സോ എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് ആണെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട്. പേഴ്സണൽ സെഷൻസ് അവൈലബിൾ ആണ്, ഹീലിംഗ് സെഷൻസ് അവൈലബിൾ ആണ്, എല്ലാ സെഷൻസും പെയ്ഡാണ്. ഒരു മിനിറ്റ് ഞാൻ ആ കാർഡൊന്ന് ഗ്രാബ് ചെയ്യും. സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്. You let the energy of love guide you to self-approval so that others no longer define who you are. So ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മുടെ സെൽഫ് വെർത്തിന് ചേരുന്ന ഒരു കാർഡാണ് ഈശ്വര തന്നെ. ഇത് പറന്നു പോയൊരു കാർഡാണ്. നിങ്ങൾ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ എന്ന വ്യക്തിയിൽ. സാറ്റിസ്ഫൈഡ് ഇൻ ദ സെൻസ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എത്രമാത്രം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു അൺകണ്ടീഷണലി. നിങ്ങൾ ഈശ്വരൻ പറയുന്നത് നിങ്ങൾ പ്രണയത്തെ ലവിനെ ഗൈഡ് ചെയ്യാൻ അനുവദിക്കുക. സോ നിങ്ങൾക്ക് സെൽഫ് അപ്രൂവൽ അൺകണ്ടീഷണൽ നിങ്ങളെ അപ്രൂവ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ പോയി നമ്മളുടെ യോഗ്യത എന്താണെന്ന് നമുക്ക് അളക്കേണ്ട ആവശ്യമില്ല. സോ ആർ യു സാറ്റിസ്ഫൈഡ് വിത്തിൻ യുവർ സെൽഫ്? ഇതാണ് ഫസ്റ്റ് കാർഡ്. നമുക്ക് സെക്കൻഡ് എന്താ നോക്കാം. മെസ്സേജസ്. Willingness. You are able to compromise if the end result is love. എൻഡ് റിസൾട്ട് ലവ് ആണെങ്കിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാം. ഇവിടെ എന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഈഗോനെയാണ് കോംപ്രമൈസ്, നിങ്ങളുടെ സെൽഫ് ഡൗട്ടിനെയാണ് കോംപ്രമൈസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉള്ളിലെ ഇലൂഷനെയാണ് കോംപ്രമൈസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉള്ളിലെ ഫിയറിനെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. ഈ ഒരു കോംപ്രമൈസിന് നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാകാൻ പോകുന്നത്. ആൻഡ് wow, individuality. You leave your unique stamp of love on everything you do. നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു അസ്തിത്വം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനായി. ഇപ്പോൾ നിങ്ങൾ ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങളുടേതായ ഒരു യുണീക്നെസ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ടാകും. നിങ്ങൾക്ക് തോന്നും അതിന് ചോറും കറിയും വെക്കുന്ന കുട്ടികളെ നോക്കുന്ന എന്താണ് അത്ര വലിയ മഹിമ തെളിയിക്കാനുള്ളത്. കാരണം എല്ലാവരും ഹൗസ് വൈഫ് എന്നൊരു കാര്യത്തെ വളരെ ഈസി ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുള്ളി അല്ലെങ്കിൽ അത്രയും മാത്രം ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. പക്ഷേ ബീയിങ് എ ഹൗസ് വൈഫ്
എന്ത് വലിയ ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു വെറും ടാഗ് അല്ല. ആൾക്കാർ ആ ഹൗസ് വൈഫ് എന്നൊരു കാര്യത്തെ ഫോർ ഗ്രാൻറ്റഡ് ആണ് നിൽക്കുന്നത്. നിങ്ങളും നിങ്ങളുള്ള യോഗ്യതേനെ നിങ്ങൾ ഹൗസ് വൈഫാണ്, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഒരു റെസ്പെക്റ്റ് അർഹിക്കുന്നില്ലെന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ ഫീലിങ്സ് എടുത്ത് കളയണം. ബിക്കോസ് ഹൗസ് വൈഫായി ഇരിക്കുമ്പോൾ, നിങ്ങൾ വീട്ടമ്മയായിരിക്കുമ്പോൾ ചെറിയൊരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരുടെയും കാര്യം നോക്കിയതിന് ശേഷമാണ് നിങ്ങളെ നോക്കുന്നത്. സോ എത്രമാത്രം നിങ്ങൾ ഗിവറാണ്, നിങ്ങളുടെ ഉള്ളിലെ ഗിവർ ക്വാളിറ്റീനെ നിങ്ങൾ കാണാണ്ട് പോകരുത്. സോ നിങ്ങളോട് ഭഗവാൻ പറയുന്നത്, നിങ്ങളുടെ ആ ഗിവർ ക്വാളിറ്റി നിങ്ങൾക്കും അപ്ലൈ ചെയ്യുന്നുണ്ടോ? ലൈക്ക് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടം എന്താണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഇഷ്ടം എന്താണ്, അമ്മായിയച്ഛൻ്റെ, അങ്ങനെ ഫാമിലിയിലെ എല്ലാവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷെ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളെ അറിയാം? കണ്ടോ, നിങ്ങൾ ഇൻഡിവിജ്വാലിറ്റി അതാണ്. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? നിങ്ങൾക്കൊരു ടാഗ് കൊടുത്തേക്കാം, ഞാനൊരു വിട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നയുടെ ഭാര്യയാണ്, ഇന്നയുടെ ഭർത്താവാണ്, ഞാൻ ഇന്നയുടെ മകളാണ്, എന്ത് തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്ന ടാഗ് എന്താണ്? സോ ഞാൻ ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ട് എനിക്കിത് എപ്പോഴും സ്പിരിച്വൽ വർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ലൈഫിൽ എൻജോയ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ലൈഫിനെ നിങ്ങൾ കാണുന്ന ഏത് ആംഗിളിലാണ്? സോ ഇൻഡിവിജ്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങളുടെ അസ്തിത്വം എന്താണ് നിങ്ങൾ കണ്ടെത്തുക. സോ കാരണം നിങ്ങളെ ഈശ്വരൻ യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ അസ്തിത്വത്തെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ വീട്ടമ്മയിലെ ടാഗിൽ ഒതുങ്ങിപ്പോവും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പർട്ടിക്കുലർ വേയിൽ നിങ്ങളുടെ ഒരു അസ്തിത്വത്തെ ഒതുക്കുമ്പോൾ നിങ്ങളിലൂടെ നിറവേറ്റപ്പെടേണ്ട വലിയൊരു പർപ്പസാണ് അവിടെ നിങ്ങൾ അറിയാണ്ട് പോകുന്നത്. ആൻഡ് ഫൈനൽ കാർഡ് എന്താണെന്ന് നോക്കാം. ഈ പിങ്ക് കാർഡിനോടാണത്. എന്താണ് ദ പർപ്പസ്? ഫൈനൽ കാർഡ്. യു possess the determination, dedication to consciously demonstrate love. നിങ്ങളുടെ പർപ്പസ് എന്താണ്? ലവ് ആണ്. കോൺഷ്യസ്ലി ലവിനെ ചൂസ് ചെയ്യുക. നിങ്ങൾ കോൺഷ്യസ്ലി ലവിനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂണിയൻ, ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ ഫിസിക്കൽ ലെവലിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അതായത് നിങ്ങൾ വിവാഹിതരാകും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോടൊപ്പം, ആൻഡ് നിങ്ങൾ കൂടാതെ അവരോടൊപ്പം നിങ്ങളുടെ പർപ്പസും ചെയ്യും. സോ എല്ലാ കാർഡും അതിൻ്റെ കൂടെ ചേരുന്നുണ്ട്. സോ ഈ ഇൻഡിവിജ്വാലിറ്റിയോട് ചേർന്നാണ് ഞാൻ പർപ്പസിൻ്റെ കാര്യം പറഞ്ഞത്. സോ ഈശ്വരനും അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയാണ്. നിങ്ങളുടെ പർപ്പസ് ഇപ്പം എന്താണ്? ടു ലവ് യുവർ സെൽഫ്, ടു ഡു ദ ഇന്നർ വർക്ക്. സോ നിങ്ങളുടെ കയ്യിൽ ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനോടെ ചെയ്ത് നിങ്ങൾ കോൺഷ്യസ്ലി ലവിനെ ചൂസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരു കോണ്ടൻറ് ക്രിയേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസ് വൈഫിൻ്റെ ഒരു റോൾ ആയിക്കോട്ടെ. കാരണം ചിലർക്ക് ഹൗസിൽ വീടിനെ മനോഹരമാക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, എല്ലാവർക്കും കിട്ടുന്നൊരു കഴിവല്ല. സോ അതാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ അതിനെ വളരെ ലവിങ്ലി പർപ്പസായിട്ട് നിങ്ങൾ മാറ്റുക. ബിക്കോസ് നിങ്ങളുടെ യൂണിയനും നിങ്ങളുടെ പർപ്പസുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലിങ്ക്ഡ് ആണ്. സോ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരു ചെറിയ ബോക്സിൽ ഒതുക്കാതെ, ലൈക്ക് ഞാൻ ടീച്ചർ മാത്രമല്ല, അല്ലെങ്കിൽ ഡോക്ടർ മാത്രമല്ല, ഞാനൊരു ഹൗസ് വൈഫ് മാത്രമല്ല, ഞാനൊരു സോളാണ്. സോ എൻ്റെ സോളിൻ്റെ പർപ്പസ് എന്താണ്? ടു ലവ്, ടു യൂണിയൻ, പിന്നെ ടു എല്ലാവർക്കും ലൈറ്റ് ഷെയർ ചെയ്യുക, ലവിനെ ഷെയർ ചെയ്യുക. സോ സോ ഈ ഗൈഡൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് യു ക്യാൻ റീചാർജ് മീ ഫോർ പേഴ്സണൽ സെഷൻ. ആൻഡ് എല്ലാ സെഷൻസും പെയ്ഡാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ.